क से कबीर। भक्ति, प्रेम और विद्रोह भारतीय कविता की विरासत कबीर। अपनी सी जीने वाले, अपनी सी कहने वाले, अलमस्त फ़कीर कबीर। प्रणाम है काशी के अमर जुलाहा कबीर को। तो ऐसे अलमस्त फ़कीर कबीर के 6 दोहों का आस्वादन आपने किया आपके काव्य संग्रह काव्य दीप्ति में। दोहे काफ़ी इंटरेस्टिंग थे, लेकिन उन दोहों से आगे കബീർ बहुत कुछ थे. 14th സെഞ്ച്വറിയിൽ ജീവിച്ചിരുന്ന ഒരു വളരെ റെവല്യൂഷണറി ആയ ഒരു കവിയായിരുന്നു കബീർ. അദ്ദേഹത്തിൻ്റെ 6 ദോഹകളാണ് നമ്മൾ ആസ്വദിച്ചത്. ആസ്വാദനം എന്നതിനുപരി ജീവിത പാഠങ്ങളാണ് കബീറിൻ്റെ ഓരോ കാവ്യവും. കാരണം എന്തായിരുന്നു? ഹി വാസ് എ സോഷ്യൽ റിഫോമർ ഫസ്റ്റ്. പോയറ്റായിരുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ പരമ ഉദ്ദേശം എന്തായിരുന്നു? സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾ, ജാതിമത വ്യത്യാസങ്ങൾ, വേറെ കുറേ ദുരാചാരങ്ങൾ എന്നിവ മാറ്റണം. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരമ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നമ്മൾ കബീറിനെ പറ്റി പറയുമ്പോൾ കബീർ പല റോളുകൾ പ്ലേ ചെയ്തു, ഇല്ലേ? ഒരു സന്തായിരുന്നു, ഒരു സെയിൻ്റ് ആയിരുന്നു, ഒരു മിസ്റ്റിക് സെയിൻ്റ് എന്നാണ് അദ്ദേഹത്തിനെ പറയുന്നത്. പിന്നെ സമാജ് സുധാരക്കായിരുന്നു, ഒരു സോഷ്യൽ റിഫോമറായിരുന്നു, കവിയും കൂടെ ആയിരുന്നു. ഈ 3 റോളുകളിൽ അദ്ദേഹത്തിന് ഏറ്റവും ആദ്യം ആരായിരുന്നു അദ്ദേഹം എന്ന് പറയുകയാണെങ്കിൽ ഹി വാസ് എ സെയിൻറ്റ്, ഒരു സന്ത് കവിയായിരുന്നു. ആൻഡ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? സമാജ് സുധാറായിരുന്നു ലക്ഷ്യം. സമാജ് സുധാർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് 14th സെഞ്ച്വറിയിലെ ഭാരതത്തിൻ്റെ ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ സമയത്ത് സമൂഹത്തിൽ കണ്ടിരുന്ന ഓരോ ദുരാചാരങ്ങൾ, ഓരോ അന്ധവിശ്വാസങ്ങൾ, ഓരോ കീഴ്വഴക്കങ്ങൾ, അതിൻ്റെ എതിരെ ശക്തമായി പറഞ്ഞൊരു വ്യക്തിയാണ് കബീർ. അതുകൊണ്ട് തന്നെ കബീറിനെ പഠിക്കുന്ന ഒരു കുട്ടിക്കും ഒരിക്കലും ഒരു വലുതാവുമ്പോൾ നമ്മളൊക്കെ കബീറിനെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് കാരണം നമുക്ക് ഈ ജാതി വ്യത്യാസങ്ങൾ, പിന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് ഈ ഒരു ജാതിയുടെ ഒരു അതെല്ലാം അങ്ങ് മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഹിന്ദി ലിറ്ററേച്ചർ പഠിക്കുന്നവർക്ക്, കബീറൊക്കെ പഠിക്കുന്നവർക്ക് സമൂഹത്തിലൊരു നല്ല ഒരു സിറ്റിസൺ ആവാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു പോയിറ്റിൻ്റെ 6 ദോഹകൾ നമ്മൾ ആസ്വദിച്ചു. ഓക്കെ, ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ എല്ലാം കൂടെ ഒരുമിച്ചും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിലുപരി ഈ കവിയെപ്പറ്റി അല്പം കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കവിയായിരുന്നിട്ട് കൂടി അദ്ദേഹത്തിൻ്റെ പരമ ഉദ്ദേശം കവിത എഴുതുക എന്നതല്ലായിരുന്നു. कविता करना उनका उद्देश्य नहीं था. तो वे पहले संत थे, उसके बाद समाज सुधारक थे और बाद में कवि थे. അദ്ദേഹത്തെ പറ്റി പറയുന്നത് ഉन्होंने മഷി और കാഗത് को छुआ भी नहीं. പേനയും മഷിയും കൈ കൊണ്ട് തൊട്ടിട്ടില്ലെന്നാണ് പറയുന്നത്. എഴുത്തും വായന അറിയില്ലായിരുന്നെന്നാണ് പറയുന്നത്. പിന്നെ ഈ കവിതകളൊക്കെ എങ്ങനെ എഴുതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം സന്യാസിമാരുടെ കൂടെ, അറിവുള്ള സാധുക്കളുടെ കൂടെയൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു. ഇപ്പോൾ ബനാറസാണ് അന്നത്തെ 14th സെഞ്ച്വറിയിലെ ബനാറസ് ഇന്ത്യയിലെ ഒരു മെട്രോപൊളിറ്റൻ സിറ്റി ആയിരുന്നെന്നാണ് പറയുന്നത്. പല ദിക്കിൽ നിന്നും കാശിയിലേക്ക് അറിവുള്ള വ്യക്തികൾ വരുമായിരുന്നു. അപ്പോൾ അവരുമായിട്ടുള്ള ഒരു സംസർഗം മൂലം ഇദ്ദേഹത്തിൻ്റെ അറിവും അതെല്ലാം കൂടി ഇദ്ദേഹം ഈ കവിതകൾ ചൊല്ലുകയും ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരത് കമ്പൈൽ ചെയ്ത് പിന്നീടത് കാവ്യ സമാഹാരമാക്കി എടുക്കുകയും ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവൊന്ന് ആലോചിച്ച് നോക്കണേ. മസി കാഗത് ഉन्होंने छुआ नहीं, അങ്ങനെയാണ് പറയുന്നത്. ഇല്ലിട്രേറ്റ് ആയിരുന്നെന്നാണ് പറയുന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ പിന്നീട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇദ്ദേഹത്തിൻ്റെ ഗുരു ആരായിരുന്നു? ഇദ്ദേഹത്തിൻ്റെ ഗുരു രാമാനന്ദായിരുന്നു. അത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇദ്ദേഹത്തിനും ഒരു ഗുരു ഉണ്ടായിരുന്നു. അപ്പോൾ ഗുരുവിൻ്റെ മാഹാത്മ്യം ഇദ്ദേഹം പല ദോഹകളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗുരു എന്ന് ഉദ്ദേശിക്കുന്നത്, ഇന്ന് നമുക്ക് ഇൻ്റർനെറ്റ് നമ്മുടെ ഒരു ഗുരുവാണല്ലേ. നമ്മൾ എന്ത് സെർച്ച് ചെയ്യണമെങ്കിലും നമ്മൾ ഗൂഗിളിനോടാണ് ചോദിക്കുന്നത്. അതുപോലെ യൂട്യൂബിൽ നമുക്ക് ഒരുപാട് അറിവ് കിട്ടും. ബുക്സിൽ നിന്ന് നാച്ചുറലി നമുക്ക് കിട്ടും. ന്യൂസ് പേപ്പർ, ജേർണൽസ്, ഇതിൽ നിന്നെല്ലാം നമുക്ക് അറിവ് കിട്ടും. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പം അറിവെന്ന ഒരു സംഭവം കിട്ടണമെങ്കിൽ ഗുരുക്കന്മാരായിരുന്നു, നല്ല അറിവുള്ള വ്യക്തികളായിരുന്നു, സന്യാസികളായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഗുരുവിൻ്റെ ഒരു സാന്നിധ്യം ഈശ്വരന് തുല്യമായിട്ടാണ് കബീർ കരുതിയിരുന്നത്. ഒരുപക്ഷെ അദ്ദേഹം ഈശ്വരനിൽ നിന്ന് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് ഗുരുവിനെ കണ്ടിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഗുരു ഗോവിന്ദ് ദോ ഖടേ മേ കിസ്കെ പാവ് ലഗു. എൻ്റെ മുമ്പിൽ ഈശ്വരനും ഗുരു ഒരുമിച്ച് വന്നാൽ ഞാൻ ആദ്യം ഗുരുവിനെ വന്ദിക്കും. കാരണം ഗുരുവാണല്ലോ എനിക്ക് ഈശ്വരനെ പറ്റി
പറഞ്ഞു തന്നത്. അപ്പോൾ ഓർത്തിരിക്കേണ്ടത് കബീറിൻ്റെ ഗുരു ആരായിരുന്നു? രാമാനന്ദായിരുന്നു കബീറിൻ്റെ ഗുരു. ഇനി അദ്ദേഹത്തിൻ്റെ ഭാഷയെപ്പറ്റി പറയുകയാണെങ്കിൽ ലാംഗ്വേജ്, നേരത്തെ പറഞ്ഞു അദ്ദേഹം എഴുത്തും അതിനെ അറിയാത്തൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് ഒരു ഖിച്ചടി ഭാഷയായിരുന്നു. ഖിച്ചടി മീൻസ് ആപ് ജാനത്തെ? ഖിച്ചടി എന്ന് പറഞ്ഞാൽ നമ്മൾ അരി കാണും, അതിൽ ഉരുളക്കിഴങ്ങ്, മഞ്ഞൾ, മസാലകൾ എല്ലാം ഇട്ടൊരു ഗ്രീൻ പീസ് എല്ലാം കൂടി ഇട്ടൊരു മിക്സായിട്ട് വെക്കുന്ന ഒരു, അപ്പോൾ കറിയൊന്നും വേണ്ട, ഖിച്ചടി പരുവത്തിലും കഴിക്കും. അതിൻ്റെ ഒരു മോഡേൺ വേർഷനാണ് നമ്മളിപ്പം ഫ്രൈഡ് റൈസും ബിരിയാണി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു ഖിച്ചടി ഭാഷ എന്ന് പറയുമ്പോൾ ഒരു മിക്സ്ചർ, എല്ലാത്തിൻ്റെ ഒരു മിക്സ്ചർ, അതാണ് ഖിച്ചടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. तो कबीर की भाषा कैसी थी? खिचड़ी भाषा थी. और इस भाषा को सदुकड़ी भाषा भी कहा जाता है. सदुकड़ी मीन्स സാധുവും के संसर्ग से मिली हुई ഭാഷ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ബനാറസ് കാശിയിലാണ് അദ്ദേഹം ജീവിച്ചത്. ചിലർ പഞ്ചാബിൽ നിന്ന് വരും, ചിലർ സിന്ധിയിൽ നിന്ന് വരും, മറാഠി, അങ്ങനെ പല സന്യാസികൾ അവിടെ ഒത്തുചേരുമ്പോൾ അവരുടെ എല്ലാ ഭാഷകളുടെ ഒരു മിക്സ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. ചിലർ രാജസ്ഥാനി, ഭോജ്പൂരി, അങ്ങനെ ചെറിയ ചെറിയ ഡയലക്ട്സ് ഒരുപാടുണ്ട്. ഹിന്ദി പിന്നീടാണ് ഇവോൾവ് ആയത്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു മിക്സ്ചർ സദുക്കടി ഭാഷ. तो कबीर की भाषा कैसी थी? खिचड़ी भाषा थी और उसे सदुकड़ी भाषा भी कहा जाता है. दोनों का अर्थ क्या है कि मिश्रित ഭാഷ, എല്ലാത്തിൻ്റെ ഒരു അവിയൽ പരുവം എന്ന് വേണേൽ പറയാം. ഭാഷ സദുക്കടി ആയിരുന്നെങ്കിലും ഖിച്ചടി ഭാഷയായിരുന്നെങ്കിലും എഴുത്തുമായനെ അറിയില്ല എന്ന് കബീർ സ്വയം പ്രഖ്യാപിക്കുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ കാവ്യം വളരെ സരസമായിരുന്നു. ക്ലിഷ്ടമുള്ള പാർട്സ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കാവ്യം ഒരു വശത്ത് വളരെ സിമ്പിളുമായിരുന്നു, മറുവശത്ത് അദ്ദേഹം ഉലട്ബാസികൾ പ്രയോഗിച്ചിരുന്നു. ഉലട്ബാസി എന്ന് പറയുമ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നേ. സീതേ സീതേ ന കെഹക്കർ ഘുമാ ഫിറാക്കർ കേന, നേരിട്ട് പറയാതെ വളച്ച് തിരിച്ച് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഉൾട്ടി ബാസി, ഉൾട്ടി വാണി, തല തിരിച്ചു പറയുക. അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തായിരുന്നു ഈ സെയിൻസ് ഉദ്ദേശിച്ചിരുന്നത് എന്നത് പിന്നീട് ഒരുപാട് വിദ്വാന്മാർ അതിനെപ്പറ്റി സ്റ്റഡി നടത്തി. ഉൾട്ടാ കെഹനെ का उनका लक्ष्य क्या था? ഫോർ എക്സാമ്പിൾ അവർ പറയാണ് ചീട്ടി കെ മൂമേ ഹാത്തി സമാഗയ, കവിതയിലുള്ളതാണ്. അതിൻ്റെ മീനിങ് ഇതാണ്: ചീണ്ടി കെ മൂമേ ഹാത്തി സമാന. ചീണ്ടി എന്ന് വെച്ചാൽ ഉറുമ്പ്, ഉറുമ്പിൻ്റെ വായിക്കകത്ത് ആന കയറുക, ഉറുമ്പിൻ്റെ ചെറിയ വായിക്കകത്ത് ഒരു വലിയ ആനയെ ഉൾക്കൊള്ളുക. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഉപയോഗിച്ചതെന്ന് വെച്ചാൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ചമത്കാർ ഉത്പൻ കർണേക്കലി, ഇപ്പം തന്നെ നമുക്കത് കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ അതെന്താണെന്നുള്ളൊരു അറിയാനുള്ളൊരു ആകാംക്ഷ. തോ ചമത്കാർ ഉത്പൻ കർണേക്കലി ഹോ സക്താ ഥാ. യാ ഫിർ ചിലർ പറയുന്നത് ഇങ്ങനെ ചെയ്തിരുന്നത് ആധ്യാത്മിക് മാർഗക്കെ രഹസ്യവും കാ പത അയോഗ്യ വ്യക്തിയും കോ ന ലഗ് പായ്. അറിവില്ലാത്തവരും ഈശ്വരനെ ശരിക്കും അറിയാൻ വയ്യാത്തവരും എല്ലാം ഈ സ്പിരിച്വാലിറ്റി മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ എപ്പോഴും ഈ സ്പിരിച്വാലിറ്റിയിൽ അല്പം കോംപ്ലിക്കേഷൻസ് വന്നാലേ നമുക്കിങ്ങനെ ഒരു എന്താണിത് എന്നറിയാനുള്ളൊരു രഹസ്യം അറിയാനുള്ളൊരു ആകാംക്ഷ നിലനിൽക്കത്തുള്ളൂ. കബീർ തൻ്റെ ഉലട്ബാസികളിലൂടെ ഇങ്ങനെ പല കാര്യങ്ങളും രഹസ്യവാദ്, പല മിസ്റ്റിസവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡോക്ടർ ഹസാരി പ്രസാദ് ദ്വിവേദി ഹിന്ദിയുടെ ഒരു വലിയ ക്രിട്ടിക്കാണ്. അദ്ദേഹം കബീറിൻ്റെ ഭാഷയെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഭാഷാ പർ कबीर का ज़बरदस्त अधिकार था, वे वाणी के डिक्टेटर थे. ഈ ഒരു സെൻറ്റൻസ് വളരെ കാച്ചിങ് ആണ്. കാരണം ഹസാരി പ്രസാദ് ദ്വിവേദി വളരെ ഒരു വിദ്വാൻ പുരുഷാണ്. അദ്ദേഹം കബീറിൻ്റെ ഭാഷയെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് കബീർ का भाषा पर ज़बरदस्त अधिकार था, वे वाणी के डिक्टेटर थे. അപ്പോൾ അതൊരു വലിയ അംഗീകാരമാണ്. ഹസാരി പ്രസാദ് ദ്വിവേദി ഒരു ക്രിട്ടിക്ക് ഇങ്ങനെ കബീറിൻ്റെ ലാംഗ്വേജിനെ പറ്റി, സ്റ്റൈലിനെ പറ്റി പറയുന്നത്. അപ്പോൾ അതായിരുന്നു കബീറിൻ്റെ ഭാഷ. तो कबीर के जो काव्य हैं हमने कहा वो बीजक में संग्रहित है और बीजक 3 भागों में विभक्त है: साखी, सबद और रमैनी. साखी शब्द संस्कृत के साक्षी से आया है. साक्षी जिसका अर्थ है गवाह. साखी और कुछ नहीं है, इसमें उन अनुभवों का वर्णन किया गया है जिसका अपने जीवन में कबीर ने स्वयं साक्षात्कार किया. സ്വയം അനുഭവിച്ചറിഞ്ഞ പ്രത്യക്ഷ ജ്ഞാൻ, അനുഭവിച്ചറിഞ്ഞ അറിവ്, അതാണ് അദ്ദേഹം സാഖിയിൽ പറഞ്ഞിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഓക്കെ. ആ ബീജക് എന്ന ഗ്രന്ഥത്തിലാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പൊയിട്രീസും കമ്പൈൽ ചെയ്തിരിക്കുന്നത്.
ആ ബീജക് തന്നെ 3 ഡിവിഷൻസ് ഉണ്ട് ബീജക്കിന്. സാഖി, സബദ്, റമൈനി. ദിസ് യു ഹാവ് ടു മെമ്മറൈസ്. ഈ 3 പേരുകളെ സാഖി, സബദ്, റമൈനി. 3ൻ്റെ 3 അർത്ഥതലങ്ങളും ഉണ്ട്. 3ലും ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് റൈറ്റിംഗ് ആണ്. അതിൽ സാഖി എന്ന് പറഞ്ഞാൽ സാക്ഷി അഥവാ പ്രത്യക്ഷ ജ്ഞാൻ, നേരിട്ട് കണ്ടുള്ള ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് കിട്ടിയ അറിവ്, ലോകത്തെ പറ്റിയുള്ള അറിവ്. ഇവരൊക്കെ സന്യാസിമാരായിരുന്നല്ലോ, സാധുക്കളായിരുന്നു. അപ്പം ജീവിതം എന്താണ്, ജീവിതത്തിൻ്റെ രഹസ്യം എന്താണ് എന്നൊക്കെ തേടി നടക്കുന്ന മനുഷ്യരായിരുന്നു ഈ സെയിൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതായിരുന്നു സാഖിയിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോൾ സാഖി അതാണ്. പിന്നീട് സബദ്. സബദ് എന്ന് വെച്ചാൽ ജോ ശബ്ദ സേ ബനാ ഹെ. സബദ് എന്ന് പറയുമ്പം ശബ്ദ് എന്ന മീനിങ്ങും ഉണ്ട്. അതിൽ ബ്രഹ്മസംബന്ധി വിചാർ, അതിൽ കൂടുതലും പരം തത്വ के अर्थ में ब्रह्म संबंधी विचार सबद में व्यक्त किया गया है. सबद यानी ശബ്ദം എന്നൊരു മീനിങ് ഉണ്ട്. പിന്നെ ബ്രഹ്മനെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ അറിവ്, അതെല്ലാം സബദിലാണ് കമ്പൈൽ ചെയ്തിരിക്കുന്നത്. സബദ് ബേസിക്കലി ശബ്ദ സേ ബനാ ഹെ. ശബ്ദ എന്ന മീനിങ്ങും ഉണ്ട്. പിന്നെ പരം തത്വ के अर्थ में तो ब्रह्म संबंधी विचार जो कबीर के थे वो सबद में संग्रहित हैं. ओके. और सबसे अंत में रमैनी है. रमैनी यानी रम जाना, फुल्लाയിട്ട് അങ്ങ് മുഴുകുക. तो साखी में क्या है, जीव के संबंध में बातें व्यक्त की गई है. ജീവ് എന്ന് പറയുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, പ്രത്യക്ഷ ജീവിത അനുഭവത്തിൽ നിന്ന് അദ്ദേഹത്തിന് അറിവുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതാണ് സാഖിയിൽ. ഓക്കെ. സബദിലാണെങ്കിലോ ബ്രഹ്മസംബന്ധി വിചാർ പ്രകട് കിയാ ഗയാ ഹെ. റമൈനി എന്ന് പറയുമ്പോൾ റം ജാന എന്നുവെച്ചാൽ ജീവ് മായാക്കെ മോഹമേ പടുക്കർ ഉസ്മേ റം ജാത്താ ഹെ. പലപ്പോഴും മനുഷ്യൻ മായാമോഹങ്ങളിൽ പെട്ട് അതിലങ്ങ് അലിഞ്ഞു പോവും. അപ്പം അതാണ് റമൈനിയിൽ പറഞ്ഞിരിക്കുന്നത്. तो इस माया का तिरस्कार कर ईश्वर की पहचान करने वाले को कबीर ने रमैनी कहा है. रमैनिയിൽ വേറെ ഒന്നുമല്ല, ജഗത് സംബന്ധി വിചാരാണ്. ജഗത് യാനി സംസാർ, അതിൽ സമാജമുണ്ട്, ലോകമുണ്ട്. ഈ ഒരു ലോകം മുഴുവനും, ഈ ഒരു മെറ്റീരിയലിസ്റ്റിക് വേൾഡ്, അതിൽ മനുഷ്യൻ അകപ്പെട്ടു പോവും. പലപ്പോഴും നമ്മൾ അതാണ് ഏറ്റവും പരമതത്വം എന്ന് വിചാരിച്ച് അതിലങ്ങ് റംജാന, അതിലങ്ങ് അലിഞ്ഞു പോവുക. ഓക്കെ. സോ അതാണ് റമൈനി. तो इन शॉर्ट हमने क्या क्या चर्चाएं की. കബീർ ബേസിക്കലി ഒരു സെയിൻ്റാണ്, ഒരു സന്ത് കവിയാണ്. അദ്ദേഹത്തിൻ്റെ പരമ ഉദ്ദേശം സമാജ് സുധാരായിരുന്നു. പിന്നീട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അദ്ദേഹം നിർഗുൺ കാവ്യധാര കവിയാണ്. അന്നത്തെ കാലത്ത് ആ സെഞ്ചുറിയിൽ കവിത തന്നെ 2 രീതിയിലുണ്ടായിരുന്നു, നിർഗുൺ ഭക്തിയും സഗുൺ ഭക്തിയും. നിർഗുൺ ഭക്ത് എന്ന് പറയുന്നത് ഈശ്വരന് രൂപവും നിറവും മണവും ഒന്നുമില്ല, ഈശ്വരൻ എന്നിലും നിന്നിലും ഉണ്ട്, എല്ലായിടവും ഉണ്ട്, ഈശ്വരനെ പൂജിക്കണമെങ്കിൽ കല്ല് പ്രതിമകളുടെ ആവശ്യമൊന്നുമില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടരാണ് നിർഗുൺ ഭക്തി. മറിച്ച് സഗുണാണെങ്കിലോ നമ്മൾ സൂർദാസും തുളസിദാസും ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. കൃഷ്ണൻ്റെ രൂപമുണ്ട്, ആരാധ്യ ദൈവമുണ്ട് അവിടെ. പിന്നെ ശ്രീരാമചന്ദ്രൻ്റെ രൂപമുണ്ട്, അവരുടെ മൂർത്തി പൂജ നടത്തും. പിന്നെ പാലും പഴവും എല്ലാം അർപ്പിക്കും. അങ്ങനെയൊക്കെയുള്ള ആഡംബരങ്ങളൊന്നും നിർഗുൺ ഭക്തിയിൽ ഇല്ലെന്ന് മാത്രമല്ല, അവർ ശക്തമായിട്ട് അതിനെ എതിർത്തിരുന്നു. ഇങ്ങനത്തെ ബാഹ്യ ആഡംബരങ്ങളുടെ എല്ലാം എതിരായിരുന്നു കബീർ. അപ്പോൾ അത് അന്നത്തെ കാലത്തൊരു വലിയ റെവല്യൂഷണറി സ്റ്റെപ്പായിരുന്നു. ആലോചിക്കണം, വാരാണസിയിൽ, കാശിയിൽ, കാരണം കാശി എന്ന് പറയുമ്പോൾ ഹിന്ദു ധർമ്മത്തിൻ്റെ ആസ്ഥാന കേന്ദ്രമാണ്. അവിടെ കബീർ ഇതിനെല്ലാം എതിർത്തിരുന്നു. കാരണം അദ്ദേഹം ഹിന്ദു അല്ല മുസൽമാനും അല്ല എന്ന് വിശ്വസിച്ചിരുന്ന വ്യക്തിയാണ്. അതിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജനനം, അദ്ദേഹത്തിൻ്റെ മരണം, ഇതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ കണ്ടു തന്നെ അറിയണം. അതിലേക്ക് ഈ 6 ദോഹകളുടെ മലയാളം വേർഷനിലൂടെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് പോകാം. ഓക്കെ. ഫസ്റ്റ് ദോഹ, സാധു അഥവാ അറിവുള്ള മനുഷ്യനെ എങ്ങനെയാണ് നമ്മൾ സമൂഹത്തിൽ അളക്കേണ്ടത്? ജാതിയുടെ അടിസ്ഥാനത്തിലാണോ, അതോ അദ്ദേഹത്തിൻ്റെ കുടുംബ പാരമ്പര്യം നോക്കിയാണോ, കുലമഹിമ നോക്കിയാണോ? അതിനെപ്പറ്റിയുള്ളൊരു ദോഹയാണ്. ജാതി ന പൂച്ചോ സാധു കി പൂച്ച് ലീജിയെ ജ്ഞാൻ. നിങ്ങൾ ദയവേത് ഒരു അറിവുള്ള വ്യക്തിനെ അളക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജാതി ചോദിച്ചല്ല. പൂച്ച് ലീജിയെ ജ്ഞാൻ. ജ്ഞാൻ മത്ലബ് നോളജ്. അദ്ദേഹത്തിന് എന്താണ് അറിവ് അത് നോക്കുക. മോൽ കറോ തൽവാർ കാ പടാ രഹൻ ദോ മ്യാൻ. അതുപോലെ നമ്മൾ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന വാള്
ആ വാളിൻ്റെ മൂർച്ച, അതിൻ്റെ ശക്തി, അതിൻ്റെ ബലം, അതിനെ ബേസ് ചെയ്താണ് നമ്മൾ യുദ്ധം ജയിക്കുന്നതോ തോൽക്കുന്നതോ എല്ലാം. അല്ലാതെ ആ വാൾ നമ്മൾ സൂക്ഷിക്കുന്ന അതിൻ്റെ ആ ഉറയുണ്ടല്ലോ, ആ മ്യാൻ എന്ന് പറയുന്നത്, അത് നോക്കി പല രീതിയിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തതും ഓരോരുത്തരുടെ സമ്പത്തനുസരിച്ച് ഡയമണ്ട് സ്റ്റഡ് ചെയ്തതും മുത്തുകൾ പതിപ്പിച്ചതും നിറം പിടിപ്പിച്ചതും ഒക്കെ കാണും. പക്ഷേ യുദ്ധസമയത്ത് വാളിൻ്റെ ഉപയോഗം എപ്പോഴാണ്? നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ യുദ്ധസമയത്ത്. ആ സമയത്ത് നമുക്ക് ഈ മ്യാനല്ല ഉപകരിക്കുന്നത്. അതുപോലെ മനുഷ്യൻ്റെ ജാതി അല്ല ഒരാളുടെ വ്യക്തിത്വം. ഒരാളെ അളക്കുന്നത് അയാളുടെ ജാതി മഹിമയോ കുലമഹിമയോ അയാൾ ഏത് നാട്ടുകാരനാണോ അയാളുടെ അറിവാണ്. അപ്പം അതാണ് നമ്മൾ ബേസായിട്ട് എടുക്കേണ്ടത്. ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിനെ നമ്മൾ മാനിക്കുമ്പോൾ നമ്മൾ അതാണ് നോക്കേണ്ടത്. जाति न पूछो साधु की, पूछ लीजिए ज्ञान, मोल करो तलवार का, पड़ा रहन दो म्यान. उसे पड़ा रहने दो. म्याने നിങ്ങൾ അധികം ശ്രദ്ധിക്കേണ്ട. मानी केरा बुदबुदा असमानुस की जात, देखत ही छिप जाएगी ज्यों तारा प्रभात. രണ്ടാമത് അദ്ദേഹം ജീവിതത്തിൻ്റെ ഈ ഒരു നശ്വരതയെ ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യൻ പലപ്പോഴും അഹങ്കരിക്കുന്നത് നമുക്ക് മരണമില്ല, ഇടത്തുള്ളവർ മരിക്കും, നാട്ടുകാർ മരിക്കും, പക്ഷേ നമുക്ക് മരണമില്ല എന്ന രീതിയിലാണ് മനുഷ്യർ നടക്കുന്നത്. അപ്പം മനുഷ്യജീവൻ പാനിക്ക് ബുദ്ബുദയ്ക്ക് സമാന. ബുദ്ബുദ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ബബിൾ. നമ്മൾ വാട്ടർ ബബിൾ കണ്ടിട്ടില്ലേ? വളരെ മനോഹരമാണ്, വളരെ പൂർണ്ണമാണ്, എന്ത് പെർഫെക്ഷനാണ്. പക്ഷേ അത് നിമിഷ നേരത്തിന് അതങ്ങ് ഇല്ലാതാവും. വൈസേ ഹി മാനുസ് കി ജാത്ത്, മനുഷ്യജാതി അതുപോലെയാണ്. ഈ ബബിളിനെ പോലെ വളരെ യൗവനത്തിൽ നിൽക്കുമ്പോൾ, വളരെ സൗന്ദര്യത്തിലും വളരെ പവർഫുള്ളായിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് മരണം സംഭവിക്കാം. ദേഖത് ഹി छिप जाएगी ജോ താരാ പ്രഭാത്. നക്ഷത്രങ്ങളെ നോക്കൂ. നക്ഷത്രങ്ങൾ വളരെ ബ്രൈറ്റായിട്ട് ഷൈനിങ് ട്വിങ്ക്ലിങ് സ്റ്റാർസാണ്. രാത്രിയിലെ ശോഭ, നക്ഷത്രങ്ങളുടെ ആ ശോഭ കാണേണ്ടത് തന്നെയാണ്. പക്ഷെ ആ ശോഭ സൂര്യൻ്റെ പ്രകാശം വരുമ്പോഴത്തേക്കിന് അങ്ങ് മങ്ങിപ്പോകുന്നു, എവിടെ പോകുന്നെന്ന് അറിഞ്ഞുകൂടാ. അപ്പം അതുപോലെയാണ് ദേഖത് ഹി छिप जाएगी, നിങ്ങൾ നോക്കി നിൽക്കേ തന്നെ നിങ്ങളുടെ മരണം സംഭവിക്കാം. ഇതൊന്നും ശാശ്വതമല്ല എന്ന് മനുഷ്യനെ ഓർമ്മപ്പെടുത്തുകയാണ്. പാനി കേര ബുദ്ബുദ असमानुस की जात, देखत ही छिप जाएगी ज्यों तारा प्रभात. മൂന്നാമത്തെ ദോഹയും ജീവൻ്റെ ഈ ഒരു നശ്വരത ഓർമ്മിപ്പിക്കുന്ന ദോഹയാണ്. മാലിൻ ആവത്ത് ദേഖീകർ കലിയാ കരി പുകാർ, ഫൂലെ ഫൂലെ ചുൻ ലിയേ കാലി ഹമാരി ബാർ. തോട്ടക്കാരൻ വന്ന് പൂക്കളൊക്കെ, നല്ല വിടർന്ന പൂക്കളൊക്കെ പിച്ചിക്കൊണ്ട് പോകുമ്പോൾ കലിയാ കരി പുകാർ, കലിയ അല്ല മുട്ടുകളെല്ലാം നിലവിളിച്ചുകൊണ്ട് പറയും, ഈശ്വര ഇന്ന് അവരെ കൊണ്ടുപോയി, നാളെ നമ്മുടെ ടേൺ ആണ്. ഫൂലെ ഫൂലെ ചുൻലിയെ, ഏക് ഏക് ഫൂൽ കൊ ചുൻലിയ കാലി ഹമാരി ബാർ. അപ്പോൾ ഇന്ന് ഞാൻ നാളെ നീ എന്നുള്ളൊരു കോൺസെപ്റ്റ് മനുഷ്യനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് മനുഷ്യൻ പലപ്പോഴും മറന്നു പോകുന്നത് കൊണ്ട് ഇങ്ങനത്തെ നല്ല ആപ്റ്റായിട്ടുള്ള, നോക്കൂ 2 വരികൾ മാത്രമേ ഉള്ളൂ, പക്ഷേ അതിൽ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ഇതിലെന്തൊക്കെ അർത്ഥതലങ്ങൾ നമുക്ക് എടുക്കാം? ദോഹ 2 വരിയുള്ളെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. മാലിൻ ആരാണ്? മാലിൻ ആ ഒരു വിത്ത് പാകുന്നത് തൊട്ട് ആ ഒരു ചെടിയെ പരിചരിച്ചിരുന്ന വ്യക്തിയാണ്. ആ ഒരു ചെടിയെ കീടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും രക്ഷിച്ച് അതിന് വളവും വെള്ളവും ഒക്കെ ഡെയിലി നൽകി, എന്നിട്ട് വഹി മാലി ദേഖോ ആക്കർ ഫൂലോം കൊ ചുൻകർ ലേ ഗയാ. അപ്പോൾ ഈശ്വരൻ നമുക്ക് ഈ ജന്മം തന്നിരിക്കുന്നത്, ഈശ്വരൻ ഒരു നാൾ അത് തിരിച്ചെടുക്കും. കാലി ഹമാരി ബാർ, ഈ ആപ്കോ മൻമേ രഖ്നാ ഹെ. ഇന്ന് വിടർന്ന പൂക്കളെ കൊണ്ടുപോയെങ്കിൽ നാളെ നമ്മുടെ ഉഴവാണ്, അത് ഓർമ്മ വേണം മനുഷ്യന് എന്ന്. അപ്പോൾ 2 കാര്യങ്ങളാണ്. ജീവൻ കി ഷൺഭങ്കുർത്ത, ജീവൻ നശ്വരാണെന്ന് പറയുന്നു. രണ്ടാമത് നമുക്ക് അഹംഭാവം പാടില്ല, നമ്മൾ മനസ്സിലെപ്പോഴും ആ ഒരു വിനയത്തോടെ വേണം ജീവിക്കാൻ. क्योंकि हमें मृत्यु के बारे में जानकारी होनी चाहिए. जन्म है तो मृत्यु है, ये एक चिरसत्य है. ഇത് നമ്മൾ മറക്കാൻ പാടില്ല. ऊंचे कुल का जन्मिया करनी ऊंच न होई, सुबरन कलस सुराभरा साधु निंदे होई. ഊഞ്ചേ കുൽ ക ജന്മിയായ, വലിയ കുടുംബ മഹിമ, വലിയ പാരമ്പര്യമൊക്കെ പറയുന്ന ആളാണ്. പക്ഷേ ഉസ്കി കർണി ഊഞ്ച് ന ഹുയി, അയാളുടെ പ്രവൃത്തിയിൽ അത് കാണാനില്ലെങ്കിൽ, ആ കുലമഹിമ അയാൾ വാ തുറക്കുമ്പം വേറെ എന്തൊക്കെയോ പറയുന്നെങ്കിൽ
അയാൾ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം നീചമായ പ്രവൃത്തിയാണെങ്കിൽ ഊഞ്ചെ കുൽമേ ജന്മ ലേനെസെ കോയി ഫായദ നഹീ ഹൈ. വലിയ കുടുംബമഹിമ പാരമ്പര്യമൊന്നും, അത് പാരമ്പര്യവും കുടുംബമഹിമയൊക്കെ ആ ഒരു പ്രവൃത്തിയിലും വാക്കിലും ഒക്കെ കാണണം. അതല്ല എങ്കിൽ സുബരൻ കലശ സുരാഭര, ये देखिए जो सोने का कलश है, സുവർണ കലശ് है, സ്വർണ്ണക്കുടം, അതിൽ നമ്മൾ മദ്യം സൂക്ഷിച്ചാൽ ആ സ്വർണ്ണക്കുടത്തിനെ വരെ അറിവുള്ളവർ പഴിചാരും. സ്വർണം വളരെ വിലപ്പെട്ടതാണ്, ഐശ്വര്യത്തിൻ്റെ ഒരു പ്രതീകമാണ് സ്വർണം എന്നൊക്കെ നമ്മൾ പറയുന്നെങ്കിലും അതിൻ്റെ അകത്ത് മദ്യം നമ്മൾ വെക്കുകയാണെങ്കിൽ ആ സ്വർണ്ണ കുടത്തിൻ്റെ ആ ഒരു മഹിമ കൂടി അത് നഷ്ടപ്പെടുത്തും. അതുപോലെയാണ് സാധു നിന്ദ കरेंगे उन लोगों की जिन्होंने ऊंचे कुल में तो जन्म ले लिया लेकिन जिनकी करनी ऊंची ना है. भली भई जो गुरु मिले नहीं तर होती हानि, दीपक ज्योति पतंग ज्यों पड़ता पूरी जानी. അച്ഛാ ഹുവ മുझे ഗുരു മിൽ ഗയ, എനിക്ക് നല്ലൊരു ഗുരുവിനെ കിട്ടിയത് വളരെ ഉപകാരമായി. ഐ ആം വെരി താങ്ക്ഫുൾ, എനിക്ക് വളരെ നന്ദിയുണ്ട്. കാരണം എന്ത് കാര്യത്തിൽ എനിക്ക് നല്ലൊരു ഗുരുവിനെ കിട്ടി. നഹിതർ, അല്ലെങ്കിൽ എന്ത് സംഭവിച്ചേനെ, ഹോത്തി ഹാനി, വലിയ നഷ്ടം സംഭവിച്ചേനെ. ദീപക് ജ്യോതി പതംഗ് ജ്യോ പടുത്താ പൂരി ജാനി. ദീപം കണ്ടിട്ടില്ലേ, ദീപം ഇങ്ങനെ കത്തുമ്പോൾ അതിൽ ഈ കൊച്ചു പ്രാണികൾ വന്ന് അതിനെ ചുറ്റും ഇങ്ങനെ കറങ്ങി അവസാനം അതിൻ്റെ അകത്ത് തന്നെ വീണങ്ങ് ചാവും. അപ്പോൾ ഈ ദീപത്തിൻ്റെ പ്രകാശം, അതിലാകർഷ്ടനായി വരുന്ന ആ ഒരു കൊച്ചു കീടം, അതുപോലെയാണ് ഈ ലൗകിക സുഖത്തിൽ ആകർഷണനായി വന്ന മനുഷ്യനുമായിട്ട് കബീർ കമ്പയർ ചെയ്യുന്നത്. ഈ ലൗകിക സുഖങ്ങൾ, ഈ മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ നമ്മൾ കാണുന്ന സമ്പത്തും സൗന്ദര്യവും സുഖവും യൗവനവും എല്ലാം നമ്മളെ അങ്ങ് ഈ ഒരു കീടത്തിനെ പോലെ അതിലോട്ടങ്ങ് ആകർഷിക്കും. എന്നിട്ട് അവസാനം നമ്മുടെ അന്ത്യം അതിലങ്ങ് നമ്മളങ്ങ് മുഴുകി ഈശ്വരനെ അറിയാതെ, പരമതത്വത്തിനെ പരമബ്രഹ്മത്തിനെ അറിയാതെ നമ്മൾ അതിലങ്ങ് വീണ് പോകും. അപ്പോൾ അതിൽ നിന്ന് നമ്മളെ ഒരു മുന്നറിയിപ്പ് തരുന്ന ഒരു ദോഹയാണ് ഏതാണ്, ഭലി ഭൈ ജോ ഗുരു മിലെ नहीं तर होती हानि, अच्छा हुआ जो मुझे गुरु मिल गया नहीं तो बड़ी हानि होती. दीपक ज्योति पतंग ज्यों पड़ता पूरी जानी. वो पूरी जानकर, പൂർണ്ണമാണ്, വളരെ മനോഹരമാണ്, ഇതെനിക്ക് പറ്റിയൊരു സാധനമാണെന്നും പറഞ്ഞാണ് ഈ കീടം വന്ന് ഈ ദീപത്തിന് തീയുടെ ചുറ്റിനും കിടന്ന് കറങ്ങുന്നത്. അവസാനം അതിൻ്റെ അകത്ത് തന്നെ വീണങ്ങ് വെന്ത് ചാവും. ആറാമത്തെ ദോഹയും മനുഷ്യജന്മത്തിൻ്റെ ആ ഒരു മാഹാത്മ്യം, അത് വളരെ പുണ്യം ചെയ്ത് കിട്ടുന്ന ഒരു ജന്മമാണ്, അത് പാഴാക്കരുത് എന്ന് മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദോഹയാണ്. ദുർലഭ മാനുസ് ജന്മ ഹേ होई न बारंबार, ये जो मनुष्य का जन्म है बार बार नहीं होता. എപ്പോഴും ഇങ്ങനെ മനുഷ്യജന്മം കിട്ടില്ല. ഹിന്ദു ഫിലോസഫിയിൽ നമ്മൾ എത്രയോ 1000 യോനികളിലൂടെ കടന്നാണ് നമുക്കൊരു മനുഷ്യജന്മം കിട്ടുന്നത്. അങ്ങനെയാണ് സങ്കല്പം. അപ്പോൾ ദുർലഭമാണ്, വളരെ റെയറാണ് മനുഷ്യജന്മം. പാക്കാ ഫൽ ജോ ഗിരി പര ബഹുരി ന ലാഗെ ഡാർ. പഴുത്ത് കഴിഞ്ഞ് എങ്ങനെ ഫ്രൂട്ട്സ് മരത്തിൽ നിന്ന് താഴോട്ട് വീഴുന്നു, പിന്നെ ഒരു കാരണവശാലും നമുക്കതിനെ തിരിച്ച് മരത്തിലേക്ക് ഒട്ടിച്ചു വെക്കാൻ പറ്റില്ല. ഒരിക്കൽ വീണതാണ്. അതുപോലെ മനുഷ്യജന്മം വഴിതെറ്റിപ്പോയാൽ വഴിതെറ്റിയതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഹേ മാനവ്, ദുർലഭ മാനുസ് ജനം ഹേ, ഇത് ഫ്രീക്ക് കിട്ടിയതല്ല, വളരെ ബുദ്ധിമുട്ടി കിട്ടിയതാണ്. അടുത്ത ജന്മത്തിൽ നിങ്ങൾ ഒരുപക്ഷെ ഇഴജന്തുക്കളാകാം, എലിയാകാം, പൂച്ചയാകാം. പക്ഷെ ഒരു മനുഷ്യജന്മം കിട്ടണമെങ്കിൽ വോ ബഹുത് ദുർലഭ് ഹേ. അതുകൊണ്ട് എന്താണ് പറയുന്നത്, ഉസ്കാ സദുപയോഗ കർണ ചാഹിയെ, അതാണ് പറഞ്ഞു വരുന്നത്. क्योंकि पाका फल जो गिरी परा बहुरी न लागे डार. एक बार जब आपका जन्म नष्ट हो गया तो बाद में पछताने से कोई फ़ायदा नहीं. മരണം അടുത്ത് കഴിഞ്ഞിട്ട് അയ്യോ എനിക്ക് അത് ചെയ്യണമായിരുന്നു, ഞാൻ ഈശ്വരനെ അറിഞ്ഞ് ജീവിച്ചില്ല, എനിക്കൊരു ജന്മവും കൂടെ കിട്ടണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. ഓക്കെ, സോ ഇനി നമുക്ക് കബീറിൻ്റെ ലൈഫിനെ പറ്റി ഒരു ഷോർട്ട് ഗ്ലിംസ് എടുക്കാം. ഓക്കെ, കബീർ का जन्म 15वीं शताब्दी में 1440 में हुआ माना जाता है. उनका जन्म कब और कहाँ हुआ, इस बारे में इतिहासकारों के बीच द्वंद्व है. उनके जन्म स्थान के बारे में 3 मत सामने आते हैं, मगहर, काशी और आजमगढ़ का बेलहरा गांव. अधिकतर इतिहासकार इस बारे में यकीन रखते हैं कि कबीर का जन्म काशी, वाराणसी में हुआ था. यह बात कबीर के दोहे की पंक्तियों में भी प्रकट होती है.
काशी में प्रगट भय रामानंद चेताए। जन्म से जुड़ी कई किंवदंतियाँ प्रचलित हैं। एक तो यह है कि कबीर को एक विधवा ब्राह्मणी ने जन्म दिया था। हुआ यूं कि गुरु रामानंद ने भूल से एक विधवा ब्राह्मणी को पुत्रवधू होने का आशीर्वाद दिया और इस प्रकार कबीर का जन्म हुआ। और लोक लाजवश उस विधवा ब्राह्मणी ने नवजात शिशु को लहरतारा तालाब के पास छोड़ दिया। वहाँ नीरू नीमा नामक एक मुसलमान जुलाहा दंपति ने बालक को अपनाया। ये एक कथा कबीर के जन्म से जुड़ी प्रचलित है। और दूसरी कथा ये भी है कि कबीर लहरतारा तालाब में कमल के फूल पर बाल रूप में प्रकट हुए और वहाँ से नीरू नीमा दंपति ने कबीर को अपनाया, पाला पोसा। ये लहरतारा तालाब है जिसका एक भाग अभी मंदिर बना दिया गया है और वहाँ आप देख सकते हैं कबीर बाल रूप में एक कमल के फूल में वहाँ पूजे जाते हैं। करीब 600 साल पहले जब भारत में मुगलों का शासन था और बनारस में ब्राह्मण वर्चस्ववाद का आतंक था, तब एक जुलाहे ने भक्ति, प्रेम और विद्रोह की कविता लिखी जो आज भी लोग बहुत चाव से पढ़ते हैं। वो फ़कीर जुलाहा निरक्षर था, पढ़ा लिखा नहीं था। अचरज की बात है, वे खुद कहते हैं, मसी कागज छुआ नहीं, कलम गहो नहीं हाथ, चारों जुग के महातम, कबीरा मुख ही जनाई बात। चारों युगों के महात्म्य की बात मुँह जवानी बताते थे कबीर। भाषा खिचड़ी थी क्योंकि बनारस उन दिनों व्यापार का बड़ा केंद्र था। ऐतिहासिक प्रमाण इस बात की है कि बनारस उन दिनों का कॉस्मोपॉलिटन सिटी हुआ करता था। देश विदेश से लोगों का आना जाना हुआ करता था और कबीर का कई साधुओं विद्वानों से बातचीत होना स्वाभाविक था। उनके साथ उठना बैठना कबीर का होता था। तभी उनकी कविता की भाषा सदुकड़ी है या फिर खिचड़ी भाषा है। लेकिन फिर भी अचरज की बात है कि मुँह जवानी जो उन्होंने सुनाई वो इतना मनोहर कविता के रूप में आज भी लोगों के हृदय में संजोए हुए है। कबीर का जन्म पुण्य नगरी बनारस में हुआ। भगवान शंकर का धाम बनारस, माँ गंगा का प्रसाद बनारस। ऐसा बनारस जिसके बारे में यह तथ्य प्रचलित है कि अगर बनारस में मृत्यु हुई तो सीधे स्वर्ग जाओगे, मोक्ष की प्राप्ति सुनिश्चित। आजीवन अंधविश्वासों के विरुद्ध लड़ने वाले विद्रोही कबीर अपने अंतिम दिनों में बनारस छोड़ मगहर चले गए। मगहर जिसके बारे में प्रचलित है कि मगहर में मृत्यु तो नरक सुनिश्चित। कबीर राम के अनन्य भक्त थे, तो उनका ये प्रश्न जो उन्होंने अपने दोहे में व्यक्त किया है स्वाभाविक है। क्या काशी, क्या ऊसर मगहर, राम हृदय बस मोरा। जो काशी तन तजे कबीरा, रामे कौन निहोरा। क्या काशी क्या मगहर, मुझे क्या फ़र्क पड़ता है, मैं राम का अनन्य भक्त हूँ। अगर काशी में शरीर तजने से ही मुझे मोक्ष की प्राप्ति होगी तो मेरा राम के प्रति जो भक्ति था, जो विश्वास था, उसका क्या फ़ायदा। इसलिए वो बनारस छोड़कर, ऐसी नगरी बनारस छोड़कर चले गए जहाँ जाकर मृत्यु प्राप्त करने की लालसा कई रखते हैं। उस बनारस को छोड़कर कबीर मगहर चले गए। कबीर की मृत्यु मगहर में हुई और मृत्यु के बाद उनके शरीर को लेकर दोनों विभागों में, हिंदू मुसलमान दोनों विभागों में झगड़ा हुआ। जलाया जाए या दफनाया जाए। कहा जाता है तर्क का निवारण करने पंचायत बुलाई गई।
और जब सब वापस आए तो देखा कबीर का शरीर वहाँ मिला ही नहीं। बदले में चमेली के फूल मिले जो चारों ओर सुगंध फैला रही थी। दोनों विभागों ने उन फूलों को आपस में बांट लिया और अपने अपने तरीके से उनका क्रियाकर्म किया। मगहर में ये जो आप देख रहे हैं उसी का प्रणाम है। दोनों मौजूद हैं। मगहर में कबीर की समाधि भी है, मकबरा भी है। समाधि और मकबरा दोनों का होना यही साबित करता है कि क्या समाज कबीर की बातों को गहराई से समझ पाया भी या नहीं।